പുന്നപ്ര വയലാറിന്റെ സമരഭൂമിയിൽ ഇത്തവണ പോരാട്ടം തീപാറും. വിപ്ലവ വക്താക്കൾ തന്നെ പരസ്പരം ഏറ്റുമുട്ടുകയാണ് ഇത്തവണ അമ്പലപ്പുഴയിൽ. ഒരു ഭാഗത്ത് ജി സുധാകരനും മറുഭാഗത്ത് എച്ച് സലാമും. സുധാകരൻ സാറിനെ തോപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാ പരിപാടിയും ചെയ്യും. ആരാക്കാ ഇത്തവണ സാധ്യത അമ്പലപ്പുഴ? സുധാകരൻ സാറ് പക്കാണ്. അമ്പലപ്പുഴ കാലുവാരി സുധാകരൻ തോറ്റിരിക്കും. സുധാകരന് സാധ്യതയുണ്ടോ? സുധാകരന് സാധ്യത ഉണ്ട്. വിപ്ലവ മണ്ണിൽ UDFന്റെ കൈപിടിച്ച് പുതിയ വിപ്ലവം രചിക്കാമെന്നാണ് ജി സുധാകരൻ കരുതുന്നത്. എന്നാൽ വാവിട്ട വാക്കുകൾ അദ്ദേഹത്തിന് വിനയാകുന്നുണ്ട്. മണ്ഡലത്തിലെ പൊതുപരിചയം കൊണ്ട് ഇതിനെയെല്ലാം മറികടന്ന് വിജയം വരിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. ഇവിടെ 70% അടിസ്ഥാന വികസനം ഞാൻ ഇവിടെ ഇരുന്ന 15 വർഷം ചെയ്തിട്ടുണ്ട്. ബാക്കി 30% കൂടി ഈ വരുന്ന 5 വർഷം കൊണ്ട് ചെയ്യും. അത് റോഡ്, പാലം, സർക്കാർ കെട്ടിടങ്ങൾ, സ്കൂളുകൾ, ഇങ്ങനെ പലതും. ആ 30% പോരായ്മയുള്ളത് നമ്മൾ പരിഹരിക്കും. ഏതാണ്ട് BJPയുടെ 5000-ഓളം വോട്ടുകൾ സാറിന് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ എല്ലാവരുടെയും വോട്ട് കിട്ടത്തില്ലേ? BJP ഉണ്ടെന്ന് നോട്ടുണ്ടോ? ഉണ്ടോന്നാണ് ചോദിച്ചത്. ബാലറ്റ് പേപ്പർ എല്ലാവർക്കും ഒരുപോലെ അല്ലേ? അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവരും എനിക്ക് എന്നും വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണ കൂടുതൽ ചെയ്യും. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രതീക്ഷ എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട്? പ്രതീക്ഷയല്ല, അതൊരു സാധ്യതയാണ്. ഞങ്ങൾ ജയിക്കും. കോൺഗ്രസിലെ M. ലിജുവിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 11,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് എച്ച് സലാമിന്റെ വിജയം. പക്ഷേ ഇത്തവണ എതിരാളി CPMലെ തന്നെ തലമുതിർന്ന നേതാവായിരുന്ന ജി സുധാകരനാണ്. പക്ഷേ എച്ച് സലാമിന് തെല്ലും ആശങ്കയില്ല. ഒരു വർഷം മുൻപ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോകാൻ ജി സുധാകരൻ തീരുമാനിച്ചതാണ് എന്നും തന്നെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിളിച്ചതിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സംവാദമാകാമെന്ന നിലപാടിലാണ് എച്ച് സലാം. അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ദീർഘവർഷം നിലകൊണ്ടു. പക്ഷേ ഏതാണ്ട് അദ്ദേഹം തന്നെ പറയുന്ന 6 പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യം പറയുന്നുണ്ട്. ആ 6 പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യം പരിപൂർണമായും റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ തൊപ്പിയും വെച്ചിട്ട് ഇങ്ങനെ പോയി നിൽക്കുന്നൊരു സ്ഥിതി ഉള്ളത്. ഒരു ദയനീയമായ കാഴ്ചയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന പോലെയുള്ളൊരു അനുഭവമാണ് ഞങ്ങൾക്കെല്ലാം ഫീൽ ചെയ്യുന്നത്. 5000 വോട്ട് BJPയിൽ നിന്ന് കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഡീൽ അവിടെ അപ്പോൾ നടന്നിട്ടുണ്ടെന്ന് താങ്കൾക്ക്? ഈ സ്ഥാനാർത്ഥിത്വം തന്നെ ഒരു ഡീലാണ്. ഇപ്പോൾ അദ്ദേഹം ആദ്യം പുറത്തേക്ക് പോയി സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ച ആ സമയം തൊട്ട് ഇന്ന് വരെ ഇങ്ങനെ പറഞ്ഞ ഓരോ സ്റ്റേറ്റ്മെന്റും നോക്കിയോ, ഇങ്ങനെ മാറിയാണ് പറയുന്നത്. ആദ്യം പറഞ്ഞു സ്വാതന്ത്ര്യം, ജനകീയ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ UDFന്റെ പിന്തുണ അവരിങ്ങോട്ടേക്ക് തന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് യഥാർത്ഥത്തിലൊരു ഈ സ്വതന്ത്ര മുഖം എന്ന് പറയുന്ന ഒരു കവചമാണ്. UDFന്റെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് നേരത്തെ ആലോചിച്ച് വെച്ച കാര്യമാണ്. അതിന്റെ ഒപ്പം BJPയുമായി ഒരു ഡീലുണ്ട്. അതാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത്. 5000 വോട്ട് BJPയുടെ എനിക്ക് കിട്ടുമെന്ന് പൂർണ്ണ ഗ്യാരണ്ടിയോടുകൂടിയാണ് കോൺഗ്രസിന്റെ യോഗത്തിൽ പറഞ്ഞത്. അതിനകത്ത് പറഞ്ഞ കാര്യം അത് റെക്കോർഡ് അത് പുറത്തേക്ക് വന്നു എന്നുള്ളതുകൊണ്ടാണ് പബ്ലിക് അറിഞ്ഞത്. താങ്കൾക്ക് STPയുടെ പൂർണ്ണ പിന്തുണയുണ്ടോ? എനിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അവരാണ് എൻ്റെ പിന്തുണ. ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഭാഗമായുള്ളവർ, UDFന്റെ ഭാഗമായി നിൽക്കുന്നവർ, അല്ലെങ്കിൽ BJP മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നവർ, അല്ലെങ്കിൽ SDP ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ പല പ്രസ്ഥാനം, PDP, അങ്ങനെ എല്ലാം ഉണ്ടല്ലോ. ഏതെല്ലാം പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമായിട്ടുള്ള എല്ലാ വോട്ടർമാരോടും ഞാൻ വോട്ട് ചോദിക്കും. പക്ഷേ ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ട ഘടകകക്ഷികൾ ഇടതുപക്ഷ മുന്നണിയോട് രാഷ്ട്രീയമായി സഖ്യമുണ്ടാക്കിയ അല്ലെങ്കിൽ പരസ്യമായി പിന്തുണച്ച രാഷ്ട്രീയ പാർട്ടികൾ, അവരുമായല്ലാതെ ഒരു തരത്തിലേക്കുള്ള രാഷ്ട്രീയ സഖ്യത്തിന് ഞാൻ പോകുന്ന പ്രശ്നം. എന്താണ് ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത്? എത്രയാണ്? നല്ല ഭൂരിപക്ഷം, കഴിഞ്ഞ പ്രാവശ്യം നേടിയേക്കാൾ നല്ല ഭൂരിപക്ഷം ജയിക്കും. പാർട്ടിയെ വെല്ലുവിളിച്ച് പാർട്ടിക്കെതിരെ പോരിനിറങ്ങിയ ജി സുധാകരൻ പാർട്ടി കോട്ടയിൽ അട്ടിമറി നടത്തുമോ? ജി സുധാകരൻ ഉന്നയിച്ച വിവാദങ്ങൾ, CPM നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച വിവാദങ്ങൾ മണ്ഡലത്തിൽ സജീവ ചർച്ചയായിരിക്കെ എച്ച് സലാമിന് മണ്ഡലം നിലനിർത്താനാകുമോ? തീപാറുന്ന പോരാട്ടത്തിന്റെ തീ കെടുത്താൻ അമ്പലപ്പുഴയിലെ വെള്ളം മതിയാകില്ല. ജനവിധി വരുന്നതുവരെ കാത്തിരിക്കണം.